വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ പേട് എന്ന് വെച്ചാൽ മരം. ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഹിന്ദി ഞാൻ പൊതുവേ എടുക്കാറില്ല. പിന്നെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു ഹിന്ദിയും കൂടെ ഒന്ന് ഇട്ട് തരണമേന്ന്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നും പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ആദ്യമേ ഞാനത് പറയാം. കാരണം ചിലപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമല്ല ഈ ഹിന്ദി. എമർജൻസി കേസിന് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഹിന്ദിയാണ്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. പാഠത്തിൻ്റെ പേര് പേടെന്ന് വെച്ചാൽ മരം എന്നാണ് കുഞ്ഞുങ്ങളെ അർത്ഥം. അപ്പോൾ ഒന്നാമത്തെയാണ്. അത് എഴുതിയത് സുശീൽ ശുക്ല. ഏതൊരു പാഠം നമ്മൾ പഠിപ്പിക്കുമ്പോഴും അത് എഴുതിയത് ആരാണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. അതിപ്പോൾ പദ്യമായിക്കോട്ടെ ഗദ്യമായിക്കോട്ടെ അല്ലേ, പാട്ടായാലും കഥയായാലും എന്താണെങ്കിലും അത് എഴുതിയത് ആരാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ പേട് എന്ന അതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് സുശീൽ ശുക്ലയാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ നോക്കി ഈ കവിതയ്ക്കകത്തിലെ കുറച്ച് വാക്കുകൾ നോക്കണേ. പേട്, മരം, ട്രീ, ഹവ, കാറ്റ്, വിൻഡ്, രംഗ്, നിറം, കളറ്, പാനി, വെള്ളം, വാട്ടർ, ഫൂൽ, പൂവ്, ഫ്ലവർ. സത്യത്തിൽ ഇത് നമ്മൾ LKG UKG 1 2ാം ക്ലാസ്സിലൊക്കെ വാക്കുകളാണ്. എന്നാൽ ഈ നമ്മൾ പഠിക്കുന്ന കവിതയ്ക്കകത്തിൽ ഈ വാക്കുകളൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആമ് എന്ന് വെച്ചാൽ മാംഗോ. എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ എഴുതിയെടുത്ത് പഠിക്കണേ നിങ്ങളെ. ഹിന്ദി എപ്പോഴും എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ബാഗ് എന്ന് വെച്ചാൽ പൂന്തോട്ടം, ഗാർഡൻ. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ, സൺലൈറ്റ്. തും എന്ന് വെച്ചാൽ നിങ്ങൾ, യു. മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, സോയിൽ. മഹക്ക് എന്ന് വെച്ചാൽ സുഗന്ധം, ഫ്രാഗ്രൻസ് അല്ലേ. കിനാര എന്ന് വെച്ചാൽ തീരം, ബാങ്ക്. ഖോംസല എന്ന് വെച്ചാൽ പക്ഷിക്കൂട്, നെസ്റ്റ്. സിൽന, ഇവിടുത്തെ സിൽന എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് എടുത്തത് പറയുന്നുണ്ടോ നിങ്ങളെ കേട്ടോ. വേണ്ട, സിലി കണ്ടോ. ഈ പാഠത്തിനകത്തിൽ ഒരുപാട് സിൽന എന്ന് വെച്ചാൽ ഇവിടെ എന്താ തയ്ക്കുക. ദർജി കണ്ടോ, ദർജി തയ്യൽക്കാരൻ. പശ്മിനെ കമ്പിളി വസ്ത്രങ്ങൾ, വൂളൻ ക്ലോത്ത്. ജാമൂൻ ഞാവൽ, ബ്ലാക്ക് പ്ലം. കിത്തന എത്ര, ഹൗ മെനി. ബനാന എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുക, ടു മേക്ക്. ബെനിനാന്നാന്ന് തോന്നുന്നു കേട്ടോ. ബനാനാന്നല്ല കുഞ്ഞുങ്ങളെ, ബെനിനാന്നാന്ന് തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ്. ബനാനാന്ന് തന്നെ കുഞ്ഞുങ്ങളെ കേട്ടോ. ബനാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പാഠത്തിനകത്തിലുണ്ട് ഉണ്ടാക്കുക, ടു മേക്ക്. ചാന്തെന്ന് വെച്ചാൽ മൂണ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മുടെ ഇതിനകത്തിൽ ഈ പഠിക്കുന്ന പാഠത്തിനകത്തിലുണ്ട്. ഇത്രയും എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ട്യൂഷൻ ബുക്ക് അല്ലെ, നിങ്ങൾ ഏതോ ബുക്ക് ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ. അതല്ല, ചില കുട്ടികൾക്ക് എൻ്റെ ചാനലിൻ്റെ തന്നെ ലിങ്ക് ഉണ്ട്. കാരണം എല്ലാ വിഷയത്തിൻ്റെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹിന്ദിയിൽ നിന്ന് എഴുതിയിട്ട് ഈ പാഠം അതിനകത്തിൽ 20 മീനിങ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തിലൊരു 10-15 എണ്ണമെങ്കിലും നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് അല്ലേ. പാനി, ഫൂല്, ആമ്, ധൂപ്, തുമ്മ്, മീട്ടി അല്ലേ. ഇതെല്ലാം നമുക്കൊക്കെ ഒരുവിധം അറിയാവുന്ന. ഇനി അറിയാൻ വയ്യാത്ത എനിക്ക് തോന്നുന്നു ഖോംസല, പക്ഷിക്കൂട്. അതും അറിയാവുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ. ദർജി അല്ലേ. ദർജി എന്ന് വെച്ചാൽ തയ്യൽക്കാരന്. പശ്മിന അല്ലേ, പശ്മിന അത് കമ്പിളി വസ്ത്രം. അതൊക്കെയാണെന്ന് തോന്നുന്നു അറിയാൻ വയ്യാത്തത്. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, ആ 20 വാക്കും ഉണ്ടോ. 20 വാക്ക് നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നല്ലപോലെ ഹിന്ദി അറിയാവുന്നവർ, വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ ട്യൂഷൻ പോകുന്നതോ എങ്ങനെ വേണമെങ്കിലും ഒന്നും അറിയാൻ വയ്യാത്തവർക്ക്, സത്യം പറഞ്ഞാൽ ഹിന്ദിന്ന് കേൾക്കുമ്പോഴേ ഹിന്ദിയോ എനിക്ക് വയ്യ, പഠിക്കാൻ വയ്യ, ഹിന്ദി വയ്യ, അങ്ങനെ ഒരു ടീമുണ്ട് അല്ലേ. ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു. ഹിന്ദിന്ന് കേൾക്കുമ്പോഴേ ഇഷ്ടമല്ലാത്തൊരു വിഷയം. ഇപ്പോഴും അതൊക്കെ തന്നെ കേട്ടോ. എനിക്കും ഹിന്ദിയോട് അത്ര ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ജയിക്കണ്ടേ, നമുക്ക് മാർക്ക് വേണം അല്ലേ. അപ്പം അതിനൊക്കെ ഉള്ളതാണ്ടോ നിങ്ങളെ. ഹിന്ദി മലയാളത്തിലും ഇംഗ്ലീഷിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയെടുത്തെന്ന് പറയുന്നത് തന്നെ തെറ്റാ. എന്നാലും ഒട്ടും വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാവും ഞങ്ങളെ ഞാൻ ലിങ്ക് ഇടുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കട്ടെ. ഒരു വരിയെങ്കിലും എൻ്റെ ചാനൽ കണ്ടിട്ട് പഠിച്ചു എന്നുള്ളത് അത് കേൾക്കുന്നത് തന്നെ ഒരു സംതൃപ്തിയാണ് അല്ലേ. നോക്കൂ നിങ്ങളെ, ഫസ്റ്റ് വരി നോക്കണം നമ്മുടെ ടെസ്റ്റിൻ്റെ. പേട് തും പേട് നഹി തും ദർജി. तुमने कितने सिले खोमसले, कितनी सिलीम हवाई. धूप सिली तो बिखर गई,
കഥറൻ കഥറൻ ഛായേഗ ഛായായേം പേട് തും പേട് നഹി തും ദർജി. അത് ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ നിങ്ങളെ, പേട് തും പേട് നഹി, പേടാണ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പേട് തും പേട് നഹി. ഇവിടെ പേട് എന്ന് ഉദ്ദേശിക്കുന്ന മരമാണ് അല്ലേ. മരമേ എന്താ പേട് നഹി, നീ മരമല്ല. പേടെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, മരമല്ല. മരമേ നീ ഒരു മരമല്ല. തും ദർജി എന്ന് വെച്ചാൽ എന്താ, നീ ഒരു തയ്യൽക്കാരനാണ്. നമ്മൾ ഇപ്പൊ എല്ലാം നോക്കേ, അത് ഒരിടത്ത് ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, ദാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നു, കണ്ട ഇവിടെ കണ്ടോ, എത്ര ഇടത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? 5 ഇടത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, മരമേ നീ മരമല്ല, പിന്നോ നീ ഒരു തയ്യൽക്കാരനാണ്. മലയാളം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? പേട് തും പേട് നഹി തും ദർജി. നിങ്ങൾ ഹിന്ദി മാത്രം എഴുതി വെച്ച് പഠിക്കുന്നവർക്ക് അതാ ഓക്കെ. അതല്ല ഇങ്ങനെ മലയാളവും കൂടെ എഴുതി വെക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം വാക്കുകൾ കിട്ടും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. ഇനി തുമിനെ കിത്തനെ സിലെ ഖോംസലെ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഖോംസലെ കിളിക്കൂടെന്നാണ്, നമ്മളിപ്പോൾ വായിച്ചതാണ് അല്ലേ. ഓരോ വാക്കുകളും അതാ ഞാൻ അത് പഠിച്ചിട്ട് ഇത് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. തുമിനെ നീ അല്ലേ, കിത്തനെ എത്രയോ, നമ്മളതും പഠിച്ചതാ. കിത്തനെ എത്രയോ, സിലേന്ന് വെച്ചാൽ തയ്യൽക്കാരനാ, തുന്നുന്ന തയ്യൽക്കാരൻ അല്ലേ. തുമ്മിനെ കിത്തനെ സിലെ ഖോംസലെ, നീ എത്രയോ കിളിക്കൂടാണ് ഇനി നോക്കണേ, മരം ഒരു തയ്യൽക്കാരൻ, ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മരം ഒരു തയ്യൽക്കാരനാണെന്നാണ് ഇവിടെ പറയുന്നത്. കവിതയാണ് കേട്ടോ. മരം ഒരു തയ്യൽക്കാരൻ ാണ്. നീ നോക്കിയേ എത്രയോ കിളിക്കൂടാണ് നീ തുന്നിക്കെട്ടിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കേട്ടോ. ഈ മരം എന്തൊക്കെയാണ് തയ്ച്ചിരിക്കുന്നത്, തയ്യൽക്കാരനായിട്ടാണ് പറയുന്നത് എന്തൊക്കെയാണ് തയ്ച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, നീ എത്രയോ കിളിക്കൂടാണ് തുന്നിക്കെട്ടിയത് അല്ലേ. തുമിനെ കിത്തനെ സിലെ ഖോംസലെ, എത്ര കിളിക്കൂടുകളാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. കിത്തനെ സിലി ഹവായേം, നീ എത്ര കാറ്റിനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. കാറ്റിനെ, ഹവ എന്ന് വെച്ചാൽ കാറ്റാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കിത്തനി എത്ര, കിത്തനി എത്ര, സിലി എന്ന് വെച്ചാൽ തയ്ക്കുക എന്ന് അവിടെ അല്ലേ, തുന്നിക്കെട്ടുക എന്നൊക്കെ, തുന്നി തയ്ക്കുക അല്ലേ. നീ എത്ര കാറ്റ്, അപ്പൊ ആദ്യം ആരെയാ? ഖോംസലെ അല്ലേ. നോക്കണേ കുഞ്ഞുങ്ങളെ, ആദ്യം നീ എത്ര ഖോംസലെ എന്ന് വെച്ചാൽ കിളിക്കൂടാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. രണ്ടാമത് എന്താ കുഞ്ഞുങ്ങളെ, നീ എത്ര കാറ്റിനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. ആ ഒരു ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി. പിന്നോ ധൂബ് സിലീത്തോ ബിഖർ ഗയി, ധൂബ് സിലി അങ്ങനെയൊക്കെ തന്നെ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ധൂബ് സിലീത്തോ ബിഖർ ഗയി എന്ന് വെച്ചാൽ വെയിലിനെ എടുത്ത് നീ തുന്നിയപ്പോൾ ചിന്നിച്ചിതറിപ്പോയി. എന്താണെന്നറിയോ, അത് കഷ്ണങ്ങളായിട്ട് നിഴലുകളായിട്ട് അങ്ങ് മാറി. നിഴലുകളുണ്ടോ കുഞ്ഞുങ്ങളെ? ഛായായേം എന്ന് വെച്ചാൽ എന്താണ്? നിഴലുകൾ. നമ്മൾ ആദ്യം മീനിങ് പഠിച്ചുകൊണ്ടാണ് ഞാനിത് വീണ്ടും എടുത്ത് പറയാത്തത്. ധൂപ് എന്ന് വെച്ചാൽ വെയിലാണ്, നമ്മൾ പഠിച്ചത്. ധൂബ് സിലീത്തോ ബിഖർ ഗയി, വെയിലിനെ ഓരോന്നിനെ തുന്നി തയ്ക്കുന്ന. ആദ്യം നീ എത്ര കിളിക്കൂടാണ് തുന്നിയിരിക്കുന്നത്, നീ എത്ര കാറ്റിനെയാണ് തുന്നി തയ്ച്ചിരിക്കുന്നത്. അതുപോലെ നീ വെയിലിനെ തുന്നി തയ്ച്ചപ്പോഴേ അതങ്ങ് വെയിൽ അല്ലെ ചിന്നി ചിതറിപ്പോയെന്നാ പറയുന്നത്. എന്നിട്ട് അത് കഷ്ണങ്ങളായിട്ട് നിഴലുകളായെന്നാണ്. ഛായായേം കഥറൻ എന്ന് വെച്ചാൽ കഷ്ണങ്ങളായിട്ട് അതങ്ങ് നിഴലുകളായി എന്നും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒന്നും ആവണമെന്നില്ല കുഞ്ഞുങ്ങളെ. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ പാട്ടൊന്നും പരീക്ഷയ്ക്ക് എന്തായാലും എഴുതാൻ ചോദിക്കത്തില്ല. ഇതിനകത്തിൽ ഈ മരം എന്തൊക്കെ ചെയ്തു എന്നൊരു ഒരു ആശയം വിശദീകരിക്കാനൊക്കെ ഈ കവിതയുടെ ആശയം എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് തന്നെ ശരിയാവണമെന്നൊന്നും ഇല്ല, കാരണം എനിക്ക് ഹിന്ദി അത്ര വലിയ ഇതൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത്. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് അറിയാൻ വയ്യാത്തവർക്ക് കേട്ടോ, അവർക്ക് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. മരമേ നീ ഒരു മരമല്ല, നീ എന്താണ് ഒരു തയ്യൽക്കാരനാണെന്നാണ് പറയുന്നത്. പിന്നോ നീ എത്രയോ കിളിക്കൂടാണ് തുന്നി കെട്ടിയിരിക്കുന്നത്. മരത്തിനോടാ കേട്ടോ. മരം നീ ഒരു തയ്യൽക്കാരനാണ്, നീ എത്ര കിളിക്കൂടാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്, നീ എത്ര കാറ്റിനെയാണ് തുന്നിക്കെട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ നീ ധൂപിനെ തുന്നിക്കെട്ടിയപ്പോഴേ അതങ്ങ് ചിന്നി ചിതറിപ്പോയിട്ട് കഷ്ണങ്ങളായിട്ട് അത് നിഴലുകളായിട്ട് അങ്ങ് മാറി എന്നുമാണ് ഫസ്റ്റ് നിങ്ങളെ ഈ ഇത്രയും വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും രണ്ടാമത്തെ വരി നോക്കൂ നിങ്ങളെ. സെക്കൻഡ്, പേട് തും പേട് നഹി തും ദർജി, വീണ്ടും അത് തും ദർജി, വീണ്ടും അത് തന്നെ പറയുന്നത്. മരമേ നീ മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ് അല്ലേ. പിന്നെ പറയുന്ന നോക്കൂ നിങ്ങളെ. മിഠി സിൽക്കർ രംഗ് ബനായി പാനി സിൽ ആകാശ്, മീട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയ
തരാശ്, തരാശ് അല്ലേ എന്ന് വെച്ചാൽ എന്താ നോക്കൂ നിങ്ങളെ, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ് അല്ലേ. സിൽക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുന്നി ചേർത്ത്, രംഗെന്ന് വെച്ചാൽ കളർ, നിറങ്ങൾ, ബനായെന്ന് വെച്ചാൽ നിർമ്മിച്ചു. എല്ലാത്തിൻ്റെയും ഹിന്ദി മലയാളം എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ. മിട്ടി എന്ന് വെച്ചാൽ മണ്ണാണ് നമുക്കറിയാം അല്ലേ. മിട്ടി സിൽക്കർ രംഗ് ബനായെ, മണ്ണിനെ തുന്നി ചേർത്ത് നീ നിറങ്ങൾ നിർമ്മിച്ചു. പാനി സിൽ ആകാശ്, വെള്ളത്തെ, പാനി എന്ന് വെച്ചാൽ വെള്ളം അല്ലേ, സിൽ എന്ന് വെച്ചാൽ തയ്ക്കുക അല്ലേ, തുന്നി ചേർത്ത് ആകാശമാക്കി. ഇതൊക്കെ ഒരു കവിതയാവും നിങ്ങൾ കേട്ടോ. ഇതുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. കവിതയായിട്ട് ഇതിനെ അങ്ങ് എഴുതി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളത് പഠിക്കുന്നു അത്രയേ ഉള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ ഇതിന് വല്ല ഒരു ലോജിക്ക് തോന്നുന്നുണ്ടോ? പാനി സിൽ ആകാശ്, പാനികളെ വെള്ളത്തിനെ എല്ലാം കൂടെ കൂട്ടി തുന്നി തയ്ച്ചിട്ട് ആകാശം ഉണ്ടാകുന്നു. അതിൻ്റെ അകത്തിലൊക്കെ വല്ല ലോജിക്കും തോന്നുന്നുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് ഇല്ല. പക്ഷെ നമുക്ക് എന്താ ഇത് അച്ചടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് പഠിച്ചേ നോക്കത്തുള്ളൂ. ഇതൊരു കവിതയാണ് കേട്ടോ നിങ്ങളെ. അതുകൊണ്ടാണ് പാനി സിൽ ആകാശ്, വെള്ളത്തെ തുന്നി ചേർത്ത് ആകാശമാക്കി. എന്താ നിങ്ങളെ, മണ്ണിനെ എന്തൊക്കെയാണെന്ന് ഓർത്തോണം. ഇച്ചിരി കഴിയുമ്പോൾ ഇതിൻ്റെ ചോദ്യമുണ്ട്. മിട്ടി, മണ്ണിനെ തുന്നിച്ചേർത്ത് എന്താ നിറങ്ങൾ നിർമ്മിച്ചു, മണ്ണിനെ തുന്നിച്ചേർത്ത് നിറങ്ങൾ നിർമ്മിച്ചു. പിന്നോ വെള്ളത്തെ തുന്നിച്ചേർത്ത് ആകാശമാക്കി. പിന്നോ നിങ്ങളെ മിട്ടി രംഗ് ഹവ പാനിക്കോ ജോഡ ദിയ തരാശ്. ഇവിടെ മണ്ണും, മിട്ടി എന്ന് വെച്ചാൽ മണ്ണും, രംഗ് നിറവും, ഹവ കാറ്റും, പാനി വെള്ളവും ഒക്കെ ഒരുമിച്ചിട്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്താ തരാശെന്ന് വെച്ചാൽ രൂപപ്പെടുത്തി. എല്ലാത്തിൻ്റെയും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഇതിനെ തരാശെന്ന് വെച്ചാൽ രൂപപ്പെടുത്തിയെടുത്തു. എന്തൊത്തിനെയൊക്കെയാണ് നിങ്ങളെ, മിട്ടി, രംഗ്, ഹവ, പാനി, എന്തൊക്കെയാ, മണ്ണും നിറവും കാറ്റും വെള്ളവും എല്ലാം ഒരുമിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഇവിടെ വരെയുള്ളതിൽ പറയുന്നത്. അപ്പം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഇത് നോക്കൂ നിങ്ങളെ. മൂന്നാമത്തെ പേട് തും പേട് നഹി തും ദർജി. നീ മരമല്ല അല്ലേ, നീ മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. അടുത്തതോ നോക്കൂ നിങ്ങളെ, തുമ്നെ കിത്തനെ സിലേ കിനാരെ കിത്തനി സിലീം സമീനെ ജായുടെ അടി കുത്തിട്ട് സ എന്ന് നമ്മൾ എടുത്തു പറയത്തില്ല, ഒരുമാതിരി കേട്ടോ, ജമിനെ കേട്ടോ. രംഗ് മഹക്ക് കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മിനെ കമ്പിളിപ്പതപ്പില്ലേ, കമ്പിളി വസ്ത്രങ്ങൾ, അതിനെ പശ്മിനെ. തുമ്മിനെ കിത്തനെ സിലേ കിനാരെ കിത്തനി സിലീം സമീനെ രംഗ് മഹക്ക് കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മിനെ. നോക്കൂ നിങ്ങളെ, കിത്തനി നോക്കിയേ, നീ എത്ര കിനാരെ എന്ന് വെച്ചാൽ തീരങ്ങൾ എന്നാവും നിങ്ങളെ, തീരങ്ങൾ കേട്ടോ. കിനാരെ, കിത്തനെ കിനാരെ കേട്ടോ, തീരങ്ങള് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തുമ്മിനെ, നീ, കിത്തനെന്ന് വെച്ചാൽ എത്ര അല്ലേ, സിലേന്ന് വെച്ചാൽ തയ്ക്കുക. നീ എത്ര തീരങ്ങളാണ് തുന്നി ചേർത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ ഈ മരം തുന്നി ചേർത്തേക്ക് നമ്മൾ ആദ്യം മുതൽ ഓർത്തോണേ നിങ്ങളെ കേട്ടോ. എത്ര തീരങ്ങളാണ് നീ തുന്നി ചേർത്തിരിക്കുന്നത്. പിന്നോ കിത്തനെ സിലി ജമീനെ, നീ എത്ര ജമീനെ എന്ന് വെച്ചാൽ ഇവിടെ നിലം അല്ലേ, ലാൻഡ്, ഭൂമി, അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജമീനെ, നീ എത്ര നിലങ്ങളാണ് ഇവിടെ തുന്നി ചേർത്തിരിക്കുന്നത്. രംഗ് മഹക്ക് കി ഹുയി സിലായി അല്ലേ, രംഗെന്ന് വെച്ചാൽ കളർ അല്ലേ, കളറുകളുള്ള, മഹക്ക് എന്ന് വെച്ചാൽ നല്ല മണമുള്ള, സുഗന്ധമുള്ള, ഫ്രാഗ്രൻസ് അല്ലെ, മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, സുഗന്ധമുള്ള എന്താ പൂക്കളെയും നീ എന്ത് ചെയ്യുന്നു, തുന്നി ചേർത്തിരിക്കുന്നു. ഫൂൽ സിലെ പശ്മിനെ, ആ ഫൂല് അല്ലേ, ഇതെല്ലാം കൊണ്ട് നീ എന്ത് ചെയ്യുന്നു, പശ്മിനെ കമ്പിളി വസ്ത്രം തുന്നിയില്ലേ. പല കളറിലെ അല്ലേ, സുഗന്ധം നിറഞ്ഞ പല കളറിലെ പൂക്കളെല്ലാം കൂടി വെച്ച് അല്ലേ, നീ എന്താ ഇതെല്ലാം കൊണ്ടും കമ്പിളി വസ്ത്രം തുന്നിയില്ലേ. നമ്മുടെ മരത്തിൻ്റെ കാര്യമാണ്, പേടിൻ്റെ കേട്ടോ. അടുത്ത നാലാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതാണ്ടേ, ആമ് മേം ആമ് കെ സ്വാദ് സിലേ ഹേ जामुन में जामुन के बाग में बाग के स्वाद सिले है वन के पेड़ तुम पेड़ नहीं तुम दर्जी. കേട്ടോ, അതായത് ഇവിടെ മാങ്ങയിൽ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു, മാങ്ങയ്ക്കകത്തിൽ മാമ്പഴത്തിൻ്റെ സ്വാദ് തുന്നിച്ചേർത്തു. ജാമൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നിങ്ങളെ, ഞാവൽപ്പഴം ഉണ്ടല്ലോ, ഞാവൽപ്പഴം ഉണ്ടോ നിങ്ങളെ നിങ്ങളുടെയൊക്കെ അവിടെ? ഞങ്ങളൊക്കെ കുഞ്ഞിലെങ്ങാണ്ട് ഞാൻ കഴിച്ചോ നിങ്ങളെ ഞാവൽപ്പഴം അല്ലേ. ഞാവലിങ്ക ഉള്ള വീട്ടിൽ കുട്ടികളൊന്ന് പറയണേ കേട്ടോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാവലുണ്ടോ നിങ്ങളൊന്ന് പറയണേ. എന്താ ജാമുൻമേൻ ജാമുൻകി, ഞാവലിൻ്റെ സ്വാദുണ്ട് അല്ലേ, മാങ്ങയിൽ മാമ്പഴത്തിൻ്റെ സ്വാദുണ്ട് അല്ലേ, ഞാവലിൻ്റെ സ്വാദുണ്ട്. അതുപോലെ തന്നെ ബാഗ് എന്ന് വെച്ചാൽ പൂന്തോട്ടം അല്ലേ, പൂന്തോപ്പിൽ ആ പൂന്തോപ്പിൻ്റെ സ്വാദുണ്ട്. ഈ വരിക്കകത്തിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എന്താ മാങ്ങയിൽ മാമ്പഴത്തിൻ്റെ എന്താ സ്വാദ് തുന്നി ചേർത്തിരിക്കുന്നു. നമ്മുടെ മരത്തിൻ്റെ കാര്യമാണ് ഇതെല്ലാം അല്ലേ. ഞാവൽ മരത്തിൽ ഞാവലിൻ്റെ സ്വാദ് കൊടുക്കുന്നു. പിന്നെ പൂന്തോപ്പിൻ്റെ സ്വാദ് കൊടുക്കുന്നു അല്ലയോ നിങ്ങളെ. അതുപോലെ വൻകെ പേടുമേ, വനത്തിലെ മരത്തിൽ വനത്തിൻ്റെയും സ്വാദ് നിറച്ചിരിക്കുന്നു. വൻകെ പേടുമേ വൻകെ പേട് തും പേട് നഹി തും ദർജി. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ. പേട് എന്ന് പറയുന്നത് നമ്മുടെ സുശീൽ ശുക്ല എഴുതിയാടെ പേര് ഓർത്തോണ്ടോ നിങ്ങളെ. സുശീൽ ശുക്ലയുടെ കവിതയാണ് അല്ലേ. ഈ കവിതയിൽ മരത്തെ ഒരു തയ്യൽക്കാരനായിട്ടാണ് കരുതുന്നത്. മരം പ്രകൃതിയിൽ പക്ഷിക്കൂട്, കാറ്റ്, വെയില്, മണ്ണ്, നിറം, വെള്ളം, തീരം, നിലം, സുഗന്ധം, സ്വാദ് തുടങ്ങിയവ നമുക്ക് തരുന്നുണ്ട്. ഇവയെല്ലാം ചേർന്ന് പ്രകൃതി മനോഹരമാകുന്നു. ഓരോ മരത്തിലെയും പഴങ്ങൾക്ക് അതിൻ്റെതായ സ്വാദ് നിറച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം പറഞ്ഞെന്താ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ കവി മരത്തെ ഒരു തയ്യൽക്കാരനായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേട് എന്ന് പറയുന്ന പാഠം എഴുതിയത് സുശീൽ ശുക്ലയാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഈ പേടിനെ നമ്മൾ ഇവിടെ ഈ സുശീൽ ശുക്ല എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു തയ്യൽക്കാരനായിട്ടാണ് കാണപ്പെടുന്നത്. ഈ തയ്യൽക്കാരൻ എന്തൊക്കെയായിട്ടാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്? പിന്നെ മരം നമ്മുടെ പ്രകൃതിയിൽ ഖോംസലെ പക്ഷിക്കൂടായിട്ടും, കാറ്റ്, വെയില് അല്ലേ, മണ്ണ്, മിട്ടി, നിറം, രംഗ്, വെള്ളം, പാനി, തീരം, കിനാരെ, നിലം, സുഗന്ധം, സ്വാദ് എന്നിവയൊക്കെ നമുക്ക് ഈ മരം നമുക്ക് തരുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് പറയുന്നത്. ഇതെല്ലാം മരങ്ങളല്ലേ നമുക്ക് തരുന്നത് അല്ലേ. ഇവയെല്ലാം ചേർന്നത് കൊണ്ടാണ് നമ്മുടെ പ്രകൃതി മനോഹരമായിട്ടിരിക്കുന്നത് അല്ലേ. പ്രകൃതി എന്ന് പറയുന്ന ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളെ അത് മനോഹരമായിട്ടിരിക്കുന്നത്. ഓരോ മരത്തിലെയും പഴങ്ങൾക്ക് അതിൻ്റെ സ്വാദും നിറച്ചിരിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ പാഠം. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പം നമ്മൾ ആരാണ് എഴുതിയത്? ഫസ്റ്റ് പേജിനകത്തിൽ സെക്കൻഡ്, പിന്നെന്താ നിങ്ങളെ മൂന്നാമത്തെ വരിയിൽ. ഇനി നമ്മൾ ഇതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. മീനിങ് ഒക്കെ ഓക്കെ ആണല്ലോ. ഇതെല്ലാം എഴുതിയെടുക്കണേ നിങ്ങളെ. പാഠത്തിൻ്റെ പേര് എഴുതിയിട്ട് എഴുതിയ ആളിൻ്റെ പേര് ഇതിങ്ങനെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, പേട് കവിത കിസ്നെ ലിഖി? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പേട് എന്ന് പറയുന്ന കവിത എഴുതിയത് ആര്? കണ്ടോ നിങ്ങൾ? ഒന്നാമത് ഞാൻ എഴുതിയതാണ്. ആരാ എഴുതിയത്? സുശീൽ ശുക്ലയാണ്. സുശീൽ ശുക്ല എഴുതാൻ അറിയണേ. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി പേടിനെ ക്യാക്യാസിലെ മരം എന്തൊക്കെയാവും നിങ്ങളെ ഇവിടെ തയ്ച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. മരം ഇവിടെ എന്തൊക്കെയാവും നിങ്ങളെ തയ്ച്ചത്? ഖോംസല അല്ലേ, ഹവ. ഖോംസല എന്ന് വെച്ചാൽ പക്ഷിക്കൂട്, ഹവ എന്ന് വെച്ചാൽ കാറ്റ്, മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്, പാനി എന്ന് വെച്ചാലോ ജലം, വെള്ളം, രംഗ് എന്ന് വെച്ചാൽ കളറ്, മഹക്ക് ഉണ്ടല്ലേ. മഹക്ക് എന്ന് വെച്ചാൽ നോക്കൂ കുഞ്ഞുങ്ങളെ, രംഗെന്ന് വെച്ചാൽ എന്തായിരുന്നു? കളറ്. മഹക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവായിരുന്നു കുഞ്ഞുങ്ങളെ? നല്ല മണം അല്ലേ, സുഗന്ധം തന്നിട്ടുണ്ട്. കിനാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? കിനാര, തീരം അല്ലേ, ഇതിൻ്റെ തീരം, ബാങ്ക് അല്ലേ. പിന്നെ ജമീൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, നിലം, ഭൂമി. ആൻഡ് സ്വാദ്, ഇതെല്ലാം മരം നമുക്ക് തയ്ച്ചു തരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും എണ്ണമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. 1 2 3 4 5 6 7 8 9 എണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. എളുപ്പമല്ലേ നിങ്ങൾ ഈ ചാപ്റ്റർ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ ടെസ്റ്റിനകത്തിൽ നോക്കണേ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനകത്തിൽ ടെസ്റ്റിൽ കൊടുത്തേക്കുന്നുണ്ടാവും നിങ്ങളെ. കവിതാമേ പേട് കിൻ കിൻകോ സിൽത്താ ഹേ ചുൻകർ നീച്ചേ ലിഖേ. കാണാൻ പറ്റുന്നുണ്ടോ? നീച്ചേ നോക്കാം. ഈ കവിതയിൽ മരം എന്തൊക്കെയാണ് തുന്നുന്നത്? ഇതിനകത്ത് കുറേ പേര് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേര് ഇപ്പം നമ്മളങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു മരം എന്തൊക്കെയാണ് തയ്ച്ചു തരുന്നത്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞേ ഉള്ളൂ അല്ലേ കുഞ്ഞുങ്ങളെ. അതൊക്കെ ഇതിനകത്തിലുണ്ടോ നോക്കിയേ. കറ് ഇല്ലാത്തതിനെ ഇല്ല. കറ് അല്ലേ, കറുണ്ടോ? ഇല്ല. വീട് തയ്ച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഖോംസലയുണ്ട്, ഖോംസലയുണ്ട്. കപ്പടയുണ്ട്, ഹവായയുണ്ട്. ബാദലുണ്ടോ കുഞ്ഞുങ്ങളെ? മഴ ഇല്ല അല്ലേ. ധൂപെന്ന് വെച്ചാൽ വെയിലുണ്ട്. സാഗർ അല്ലേ, സാഗർ സമുദ്രം ഇല്ല. ചന്ദ്രനില്ല. കിനാരെ ഉണ്ട്. രാത്രി ഇല്ല. ജമീനെ ഉണ്ട്. സ്വപ്നമില്ല. ഫൂല് പൂവുണ്ട്. കിതാബ് പുസ്തകമില്ല. തിൻക ഇതുമില്ല. അപ്പോൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയോ നിങ്ങൾ? ഏതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടെസ്റ്റിൽ അത് എഴുതണേ. എന്തൊക്കെയാ ഈ കവിതയിൽ മരം നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ
ഇതിൻ്റെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും കുഞ്ഞുങ്ങളെ. കാരണം എന്താണെന്നറിയോ, പിന്നെ എന്താ ഫസ്റ്റ് ചാപ്റ്ററിനകത്തിലെ ഇതെന്തായാലും കാണും, അത്രയുണ്ട് ഇല്ലേ. ധൂപ്, ഹവായ്, ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്, അറിയാൻ വയ്യ. ധൂപ് വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ, ഹവായേം എന്ന് വെച്ചാൽ കാറ്റ്, ഖോംസലെ എന്ന് വെച്ചാൽ പക്ഷിക്കൂട്, കപ്പടെ എന്ന് വെച്ചാൽ വസ്ത്രം, ജമീനെ എന്ന് വെച്ചാൽ നിലം, ഫൂൽ എന്ന് വെച്ചാൽ പൂവ്, കിനാരെ എന്ന് വെച്ചാൽ തീരം. കണ്ടോ ഈ പേജിനകത്തിൽ ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു ഞാൻ എഴുതുന്നത് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. വായിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെ. ഞാൻ നല്ല എന്താ എപ്പോഴും നല്ല തെളിച്ചമുള്ള പേന വെച്ചൊക്കെ തന്നെ എഴുതുന്നത് കേട്ടോ. പിന്നെ ഞാൻ എല്ലാം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതും ദൃഢമായിട്ടല്ലേ കുഞ്ഞുങ്ങളെ, എന്നാ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കണ്ട് അതുപോലെ എഴുതണേ കേട്ടോ. ഞാൻ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അത്രയൊക്കെ ഹിസ്റ്ററിയും കെമിസ്ട്രിയും ഒക്കെ ഒത്തിരി എഴുതി തന്നിട്ടുണ്ടോ നിങ്ങളെ? അപ്പം ഞാൻ താഴെ എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് കണ്ട് എഴുതുന്നത് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് പക്ഷേ ഒരു എന്താ വേദനാജനകമായ ഒരു കമൻ്റ് ആയിരുന്നു. കാരണം ഇത്രയും നമ്മൾ മെനക്കെട്ട് എഴുതിയിട്ട് അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു കമൻറ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വായിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഒട്ടും നിങ്ങൾ ചിലപ്പോഴേ നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് എപ്പോഴും കുറച്ച് വെച്ചേക്കുമായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചേക്കുമായിരിക്കും നിങ്ങളെ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താ ഇത് കാരണം നമ്മൾ പേന വെച്ച് പുസ്തകത്തിൽ എഴുതി ഫോണിലൂടെ അല്ലേ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മങ്ങൽ കാണുമായിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് കാണാമെങ്കിൽ എനിക്ക് തോന്നുന്നു വ്യക്തമായി കാണാവുന്ന. എല്ലാവരും പറഞ്ഞില്ല, ഒരു കമൻറ്റേ ഞാൻ കണ്ടുള്ളൂ. ഇനി എല്ലാവർക്കും അങ്ങനെ ആണോ? ഞാൻ പക്ഷേ വേറെ ഫോണിലൊക്കെ നോക്കിയപ്പോഴും എനിക്ക് അതിനകത്തിൽ വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. സംബന്ധ് പഹ്ചാനെ ഓർ ജോഡെ ബനായെ. ബന്ധം മനസ്സിലാക്കാം, ജോഡികൾ എഴുതാവുന്ന. ബന്ധം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ജോഡികൾ നോക്കൂ കുഞ്ഞുങ്ങളെ. ധൂപ് എന്ന് വെച്ചാൽ എന്തുവായിരുന്നു മുമ്പ് നമ്മൾ പറഞ്ഞ ധൂപ് എന്ന് വെച്ചാൽ വെയിലാണ് അല്ലേ? നമ്മളത് പറഞ്ഞതാണ്. വെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഏതാണ്? ധൂപ് എന്ന് വെച്ചാൽ വെയിലാണ്. വെയിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ കുഞ്ഞുങ്ങൾ, ഇവിടെ ഛായ എന്ന് പറയുന്നതാണ് കേട്ടോ. ഈ ഛായ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കുടിക്കുന്ന ഛായയാണോ? ധൂപ് ഛായ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഛായ എന്ന് വെച്ചാൽ നിഴലാണ് കേട്ടോ. ഞാൻ വേണേൽ എഴുതി തരാം. ധൂപ് എന്ന് വെച്ചാൽ എന്താ? ധൂപ് പിന്നെ വെയിൽ അല്ലേ? അതിന് സംശയമൊന്നുമില്ലല്ലോ. ധൂപ് വെയിൽ. ഇനി തെറ്റ് വല്ലതും ഉണ്ടോ? ഓക്കെ കുഞ്ഞുങ്ങളെ, ഞാനപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമായിട്ട് നോക്കിയേ. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ. വെയിലുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട ഏതാ നോക്കിയേ? വെയിലിൽ എപ്പോഴും നിഴലാണ്, ഛായയാണ് കേട്ടോ, ഛായ. അടുത്ത മിട്ടി എന്ന് വെച്ചാൽ മണ്ണാണ്. മണ്ണുമായിട്ട് ഇതിനകത്തിൽ ബന്ധപ്പെട്ട ഏതാ കുഞ്ഞുങ്ങളെ? മണ്ണ്. നോക്കിയേ, രംഗ്, കളർ. കാരണം നമ്മുടെ ആ പാട്ടുമായിട്ട് ഇത് ബന്ധം വേണം. നമ്മളിപ്പോൾ ഒരു കവിത ഇപ്പം ചെല്ലിയ കവിതയുമായിട്ട് ബന്ധം വേണം കേട്ടോ. ആ കവിതയ്ക്കകത്തിൽ തന്നെ ഈ വരിയിൽ ഇതുണ്ട്. നോക്കിയേ, മിട്ടിക്കകത്തിലെ രംഗാണ് കേട്ടോ. പാനി, വെള്ളം അല്ലേ? ജലവുമായിട്ട് ബന്ധപ്പെട്ട എന്താ കുഞ്ഞുങ്ങളെ? പാനി. ഇവിടെ ആകാശമാണ് കേട്ടോ. നമ്മൾ ആ വരി വായിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആ വരി നോക്കണേ. ആകാശം എന്ന് പറയുന്ന വരിക്കകത്തിൽ ഏതാ? പാനി അല്ലേ? ആകാശം. പൂവ് ഏതാണ്? പൂക്കൾ എല്ലാം കൂടെ വെച്ചാണ് അവർ കമ്പിളി ഉണ്ടാക്കിയെന്ന് പറയുന്നത് അല്ലേ? വെയിൽ എന്താ തയ്ച്ച് എന്താക്കുന്നെന്നാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. തയ്ച്ച് അത് എന്താ മുറിഞ്ഞ് നിഴലായിട്ട് മാറിയെന്നാണ്. മണ്ണ് അല്ലേ? മണ്ണിന് എന്താണ് പല കളറിലെയൊക്കെ തയ്ക്കുന്നുണ്ട്. പിന്നെ പാനി, വെള്ളമൊക്കെ നിറച്ച് ആകാശം എന്താ ഉണ്ടാക്കുന്നുണ്ടെന്നും അല്ലേ? പാട്ടിനകത്തിൽ അങ്ങനെയൊക്കെ അല്ലേ? പൂവുകളുണ്ട്, പല കളറിലെയും നിറത്തിലെയും പൂക്കൾ കൊണ്ട് കമ്പിളി നിർമ്മിച്ചെന്നും ഒക്കെ ആട്ടോ. അപ്പോൾ അതുപോലെ ബന്ധം വരുന്നത് ഇതിനകത്ത് നിന്ന് എടുത്ത് എഴുതാൻ. അത്രയേ ഉള്ളൂ നിങ്ങളെ. ഇനി അതുപോലെ ഇവിടെ അതുപോലെ ബന്ധപ്പെട്ട എഴുതാനാട്ടോ. ഞാൻ ഈ കട്ടിയുള്ളതും വലുത് എന്ന് വെച്ചാൽ ഇത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വരികൾ നമ്മൾ ആ ടെസ്റ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ഇപ്പോൾ ധൂപ് എന്ന് പറയുന്ന ആ വരി അങ്ങ് നിങ്ങൾ എടുത്തെഴുതിയാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ നിങ്ങളെ. ഇപ്പോൾ ധൂപ് കേസിലിനെ ആ ധൂപ് വരുന്ന വരി ഏതാന്ന് വെച്ചാൽ അത് എഴുതി വെച്ചാൽ മതി. പേടിനെ രംഗ് കളർ, അതും ആ വരിയുണ്ട്. ഇതിനകത്തിൽ ഈ 4 വരി ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടാൽ അത് അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അടുത്ത നോക്കും നിങ്ങളെ. വേണ്ടേ? സിലി ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. സിലി ഇതിനകത്തിൽ എവിടെ വരുന്നു എന്നാണ്. സിലെ ഖോംസലെ, സിലീം ഹവായും, സിലെ കിനാരെ, സിലീം ജമീനെ, ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. സിലി എന്ന് പറയുന്നത് ഇവിടെ എവിടെയൊക്കെ വരുമെന്ന് ഇതിൻ്റെ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഇതുണ്ട് ഖോംസലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ഖോംസലെ എന്ന് വെച്ചാൽ എന്താ? പക്ഷിക്കൂട് അല്ലേ? അതൊരു പുല്ലിംഗമാണ്. ഈ ആ ഒരു ക്ലൂ ഓർത്താ. ലേ എന്നിങ്ങനെ ഈ വരയ്ക്കത്തില്ലേ?
അതുകൊണ്ട് അങ്ങനെ കേട്ടോ. അതൊക്കെ എന്താ പുല്ലിംഗമായിട്ട് കേട്ടോ. ഇതൊരു ക്ലൂ വെച്ചങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആണെങ്കിൽ ഇതാണ്ട് പത്തേ അല്ലേ, കോംസല്ലേ എന്ന് പറയുമ്പോൾ അത് സിലേ ആണെങ്കിൽ പത്തേയും എന്തായിരിക്കും സിലേ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ സിലിയും ഹവായേം എപ്പോഴും യാം യേം എന്നൊക്കെ വരുന്നത് സ്ത്രീലിംഗം തന്നെയായിരിക്കും കേട്ടോ. കേട്ടോ നിങ്ങളെ? സ്ത്രീലിംഗം യാം. ഹവായേം ഹവായേം എന്ന് പറയുന്നത് സിലിയാണ്. അപ്പോൾ ഇവിടെ എന്താ കലിയാം സ്ത്രീ ആയിരിക്കും. എന്താ സിലി എന്നാണ് കേട്ടോ. സിലയാണോ സിലിയാണോ ഇവിടെ ഉപയോഗിക്കുന്നതെന്നാ കേട്ടോ. അപ്പം ഈ മേലി വര കണ്ടല്ലോ, കോംസല്ലേ ലേ പത്തേ ഏ ഏ ഏ എന്ന് പറയുന്നത് എന്താ സിലേ ആയിരിക്കും. ഹവായേം അല്ലേ, കലിയേം നദിയേം ഡാലിയാം എന്നൊക്കെ യാം, കലിയാം നദിയാം ഡാലിയാം എന്ന് വരുന്നതെല്ലാം എന്താവും നിങ്ങളെ? അത് സ്ത്രീലിംഗമായിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെ എന്താണ്? സിലിയാണ് കേട്ടോ. സിലി ദാണ്ട് സിലി സിലി സിലീം, ഇവിടെ സിലീം. കാരണം എന്താണെന്ന് നോക്കിയാണ്ട് യാം 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 എന്ന് വന്നില്ലേ? ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് എന്തായാലും ടെസ്റ്റ് തന്നതേ പരീക്ഷയ്ക്ക് ചോദിച്ചതുള്ളൂ. അപ്പോൾ ആണ്ടെ കിനാരേ രേ കണ്ടോ, ജമീനേ നേ 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 എന്നൊക്കെ വെറുതെ എല്ലാം എന്താ സിലേയും അടിക്കണം, യാം ഏ കണ്ടോ. അങ്ങനെ വരുന്നത് ആ ക്ലൂ ഓർത്ത് വെച്ചാൽ പഠിച്ചാൽ കേട്ടോ. നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടണ്ട. പിന്നെ കുറച്ചുകൂടെയൊക്കെ നല്ലതുപോലെ പഠിക്കുന്ന നല്ല ഫുള്ള് എല്ലാത്തിനും എപ്പോഴും ഫുള്ള് മേടിക്കുന്ന കുട്ടികളൊക്കെ കുറച്ചുകൂടെയൊക്കെ കാര്യമായിട്ട് പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ പറയുന്നത് ഹിന്ദി ഒന്നും അറിയാൻ വയ്യ, ഹിന്ദി എന്ന് കേൾക്കുമ്പോഴേ ഓടുന്ന കുറേ ടീമുണ്ട്. ഹിന്ദി ക്ലാസ്സോ അയ്യോ ഹിന്ദിയോ എന്ന് പറയുന്ന ആ ടീമിന് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളെ ഇത് എഴുതിയെടുത്തത്. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ. ഇനിയും ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് നോക്കൂ കുഞ്ഞുങ്ങളെ, പേടുക്കോ ദർജിക്കോ കഹാ ഗയാ ഹേ ചർച്ച ചലായേ എന്ന് വെച്ചാൽ മരത്തിനെ തയ്യൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതെന്തായാലും നിങ്ങൾ ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ എന്ത് ചോദ്യം ചോദിച്ചാലും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ ഇതങ്ങ് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും കേട്ടോ. ഞാൻ ഗ്യാരണ്ടി. കാരണം എന്താണെന്നറിയോ, ഇതിനകത്തിൽ അതിൻ്റെ എല്ലാ പോയിന്റുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ച് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയായിട്ടൊക്കെ തോന്നും. അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. നോക്കൂ നിങ്ങളെ, ഈ മരത്തിനെ തയ്യൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? മരത്തിനെ തയ്യൽക്കാരൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വരി തന്നെ ഇതാരാ എഴുതിയത്? ഏത് പാഠം ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ പഠിക്കുമ്പോഴും ആ പാഠം എഴുതിയത് ആരാ അത് എഴുതണം. അപ്പം വായിക്കാൻ അറിയാൻ വയ്യാത്തൊരു കേട്ടിരുന്നോളെ നിങ്ങളെ. പേട് കവിത സുശീൽ ശുക്ല ധാര ലിഖി ഗയി एक छोटी लेकिन सुंदर बाल कविता है. पेड़ कविता सुशील शुक्ला द्वारा लिखी गई एक छोटी लेकिन सुंदर बाल कविता है. പേട് എന്ന കവിത സുശീൽ ശുക്ല എഴുതിയ ഒരു ചെറുതും, ചോട്ടി എന്ന് വെച്ചാൽ ചെറുതും സുന്ദരവുമായ ഒരു ബാലകവിതയാണ്, ഒരു കുട്ടിക്കവിതയാണ്. പൊതുവേ ഈ നമ്മുടെ സുശീൽ ശുക്ല എന്ന് പറയുന്ന ആളെ കുട്ടിക്കഥകളൊക്കെ ആവും നിങ്ങളെ പിള്ളേർക്കുള്ള കവിതകളൊക്കെയാണ് കൂടുതലും അദ്ദേഹം എഴുതിയിട്ടുള്ളത് കേട്ടോ. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പേട് എന്ന കവിത സുശീൽ ശുക്ല എഴുതിയ ഒരു ചെറുതും പക്ഷേ സുന്ദരവുമായ ഒരു കുട്ടിക്കവിതയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഒന്നാമത്തെ വരി പഠിക്കാൻ പറ്റുന്നുണ്ടോ? പേട് കവിത സുശീൽ ശുക്ല ധാര ലിഖി ഗയി ഏക് ഛോട്ടി ലേക്കിൻ സുന്ദർ ബാല കവിത ഹേ. നിങ്ങൾ ഒരു പേപ്പർ എടുത്തോ അല്ലെങ്കിൽ എന്തിലോ ഇച്ചിരി വലുതായിട്ട് ഇതുപോലെ എഴുതിയിട്ട് ഒരു വരി എഴുതിയിട്ട് അത് പഠിച്ചതിന് ശേഷം അടുത്ത വരി എഴുതണം കേട്ടോ. നമുക്ക് ഹിന്ദി പഠിക്കാൻ പാടാവും, നിങ്ങളെ സമ്മതിച്ചു. ഞാൻ പറയുന്നില്ല നിങ്ങൾ ഹിന്ദിക്ക് എന്താ ഫുള്ള് വേണ്ടി നമുക്ക് പാടല്ലോ, കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മളൊക്കെ നാട്ടിൻപുറത്ത് കഴിയുന്നത്, നമ്മളെങ്ങനെ ഹിന്ദി പഠിക്കാനാ അല്ലേ? നമുക്ക് ഇച്ചിരി പാടുള്ള വിഷയം തന്നെയാണ് ഹിന്ദി. പക്ഷേ അങ്ങനെ നമുക്ക് ഏറ്റവും പാട് മലയാളമാവും നിങ്ങൾ കേട്ടോ. ഏറ്റവും പാടെന്ന് വെച്ചാൽ എന്തും വേണ്ടി വള്ളിയും പുള്ളി ഇട്ടാൽ പറ്റും അല്ലേ? അത് നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അതിന് നമുക്ക് എന്താ വലിയ ഇതില്ലാത്ത. പക്ഷേ പാട് എപ്പോഴും എളുപ്പം പഠിക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് ഹിന്ദിയാണ്. പൊതുവെ പറഞ്ഞു കേട്ടുള്ള ഒരു അഭിപ്രായം വെച്ചാൽ അല്ലേ, ഏത് വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്കും വെളിയിൽ പോകുന്ന ആൾക്കാരും ഹിന്ദി പെട്ടെന്ന് പഠിക്കുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിച്ചുകൂടായോ?
पेड़ कविता सुशील शुक्ला द्वारा लिखी गई एक छोटी लेकिन सुंदर बाल कविता है. ഒരു 2-3 വട്ടമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും കുഞ്ഞുങ്ങളെ. ഈ വാക്കുകളൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലയോ? അടുത്ത നോക്കി, കാരണം നമുക്ക് സമയം കണ്ടോ, ഇപ്പം തന്നെ ഇത്രയും മിനിറ്റായി അല്ലെ, കുറച്ചുകൂടെ ഒക്കെ സമയം എടുത്ത് ഞാനിത് പറഞ്ഞു തരാം കേട്ടോ. കവിനെ पेड़ को दर्जी कहा है क्योंकि पेड़ कई चीज़ों को आपस में जोड़ता है जैसे दर्जी कपड़े सिलता है. കവിനെ പേട് കോ ദർജി കഹാ ഹെ. കവി മരത്തെ തയ്യൽക്കാരൻ എന്ന് വിളിച്ചു. കവിനെ പേട് കോ ദർജി കഹാ ഹെ ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ പേട് കൈ മരം എന്താണ്, ചീസോങ്കോ ഒരുപാട് വസ്തുക്കളെ, ചീസോങ്കോ എന്ന് വെച്ചാൽ വസ്തുക്കളെ, ആപ്പസുമേം ജോഡ്താഹേ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ആപ്പസുമേം ജോഡ്താഹേ. പിന്നോ ജൈസേ ദർജി കപ്പടെ സിൽത്താഹേ ഒരു തയ്യൽക്കാരനെ പോലെ. കവി മരത്തെ തയ്യൽക്കാരനെന്ന് വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ മരം ഒരുപാട് വസ്തുക്കളെ പരസ്പരം ഇവിടെ ബന്ധിപ്പിക്കുന്നു. നമ്മൾ ഒത്തിരി എണ്ണത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, അതൊരു തയ്യൽക്കാരനെ പോലെയാണെന്ന്. പിന്നോ ദർജി കപ്പടെ കോ കത്രൻ സേ സുന്ദർ കപ്പടെ സിൽത്താഹേ തയ്യൽക്കാരൻ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് സുന്ദരമായ വസ്ത്രങ്ങൾ തയ്ക്കുന്നു. ദർജി കപ്പടെ കോ കത്രൻ സേ സുന്ദർ കപ്പടെ സിൽത്താഹേ. സിൽത്ത എന്ന് വെച്ചാൽ തയ്ക്കാന്ന കേട്ടോ. തയ്യൽക്കാരൻ, ദർജി എന്ന് വെച്ചാൽ തയ്യൽക്കാരൻ, കപ്പടെ വസ്ത്രങ്ങൾ അല്ലേ, കോ കത്രൻ, കത്രൻ എന്ന് വെച്ചാൽ തുണി പീസ് പീസായിട്ടുള്ളതൊക്കെ, സുന്ദർ കപ്പടെ അല്ലേ സുന്ദരമായ വസ്ത്രങ്ങൾ തയ്ക്കുന്നു. ഉസി പ്രകാർ പേട്, അങ്ങനെ അതുപോലെ തന്നെ എന്താ മരം, ഖോംസല, ഹവ, ധൂപ്, മിട്ടി, പാനി, രംഗ്, കിനാര, ജമീൻ, മഹക്ക്, ഫൂല്, സ്വാദ് ആദി സിൽത്താ ഹേ. അതുപോലെ മരം, പക്ഷിക്കൂട്, കാറ്റ്, വെയിൽ, മണ്ണ്, വെള്ളം, നിറം, തീരം, നിലം, സുഗന്ധം, പൂക്കൾ, സ്വാദ് എന്നിവ നെയ്യുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വരെ നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് ആ നെയ്തതെന്നുള്ള ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു ഇത് പഠിക്കാമെങ്കിൽ അത് എഴുതാൻ പറ്റും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഈ 4 വരി, അതായത് പേട് എഴുതിയത് ആരാണ് അല്ലേ, കവി ഇതിനെ തയ്യൽക്കാരനെന്ന് വിളിക്കുന്നു. ആകെ 4 വരിയാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഈ പാഠത്തിൻ്റെ ഏത് ചോദ്യം ചോദിച്ചാലും ഇത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അത് എഴുതി വെക്കണേ. ഹിന്ദി അറിയാൻ വയ്യ എന്നും പറഞ്ഞിരിക്കല്ലേ കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കും. നമുക്കെല്ലാം പറ്റും. പറ്റാത്ത എന്താ, ഒന്നുമില്ല, എല്ലാം പറ്റും അല്ലേ. നമുക്കിനിയും ജീവിതം മുന്നോട്ട് കിടക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിരിക്കരുത്. നമുക്ക് പറ്റണം കേട്ടോ. അവിടാണ് നമ്മുടെ വിജയം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് പഠിച്ചിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണേ. 2ാമത്തെ പാഠം വേണമെന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ ഇട്ട് തരാം. അതല്ല അത്ര പോരാന്ന് വല്ലതും ഉണ്ടെങ്കിൽ അതും ഇട്ടോ കേട്ടോ. 2 ഞാൻ കമൻറ്റ് നോക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോട്ടെ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.